ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഷാർപ്പി എന്നുള്ള കമ്പനിയുടെ ഈ ഡ്രാമയ്ക്കും അല്ലെങ്കിൽ ഗാനമേളയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് സിസ്റ്റമാണ്. ഇത് മൾട്ടിപ്പിളായിട്ട് മുകളിൽ പല കളറിലും പല ഡിസൈനിലൊക്കെ എത്തുന്ന ഒരു സിസ്റ്റമാണ്. ഇത് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് ഒത്തിരി കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ഇതിൻ്റെ മദർ ബോർഡിന് കംപ്ലയിൻറ്റ് വരാറുണ്ട്, പവർ സപ്ലൈക്ക് കംപ്ലയിൻറ്റ് വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഡ്രൈവ് ബോർഡാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് മെയിനായിട്ട്. ഇതാണ് അതിൻ്റെ സൈഡിലെ കൺട്രോൾ ബോർഡ്. കണ്ടോ, 3 പ്രോഗ്രാംസ് ഒക്കെ ഉള്ള വെച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ നമുക്ക് ഈ ഇതിൻ്റെ ഇഗ്നേറ്റർ, അതായത് ഈ ഹാലജൻ ലൈറ്റിന് ഇഗ്നേറ്റർ, അതായത് ബൾബ് ഹാലജനിൽ കത്തിക്കാനുള്ളൊരു ബോർഡുണ്ട്. ആ ബോർഡ് ഇതാണ്ടോ, ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഈ ബോർഡ് കംപ്ലൈൻ്റ് ഉള്ള ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് ഇപ്പോൾ ഈ ബോർഡ് പോയെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. ഒരു ക്ലൂ ഞാൻ കാണിച്ചു തരാം. അത് എല്ലാവർക്കും വളരെ എളുപ്പമായിരിക്കും ചെയ്യുന്ന ആൾക്കാർ. ഇതിൻ്റെ തന്നെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പവർ സപ്ലൈയിൽ 2 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഒരു വോൾട്ട് ഇത് 12 വോൾട്ട്, ഇത് ഗ്രൗണ്ട്, ഇത് കൂടാതെ ഇത് 36 വോൾട്ട്. ഇങ്ങനെയാണ് 36 വോൾട്ടാണ് കൺട്രോൾ സിസ്റ്റത്തിലേക്കും അതിലേക്ക് പോകുന്നത്. പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് DC ഡയറക്റ്റാണ്. അതായത് ലൈൻ വോൾട്ട് അങ്ങനെയുണ്ട്. 360 വോൾട്ട് 370 വോൾട്ട് ഉണ്ടാവും ഈ പോയിന്റിലേക്ക്. ഇതാണ് നമ്മുടെ ഇഗ്നേറ്റർ. ഇതുണ്ട്, ഇതിങ്ങനെയാണ് ഇഗ്നേറ്റർ ഇരിക്കുന്നത്. മറ്റേ നമ്മുടെ ഹാലജൻ ബൾബ് കത്താണ്. ഇതാണ് അതിൻ്റെ ബൾബ്, കണ്ടോ. അപ്പോൾ ഈ ബോർഡ് പോയോ എന്ന് കണ്ടുപിടിക്കാൻ ചെറിയൊരു എളുപ്പ വഴിയുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ഓസ്റാമിൻ്റെ PIP എന്ന് പറഞ്ഞ സാധനം, PIP എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കിടപ്പുണ്ട്. അതിനകത്ത് ഇതെങ്ങനെയാണ് ഈ ബോർഡ് ഇഗ്നേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽസ് കിട്ടി. അതിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഇതാണ് എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യണം ബോർഡ്. അപ്പോൾ ഇവിടെ ഒരു 5 പിൻ ഉണ്ട്. ഈ വെട്ടുള്ള സ്ഥലത്ത് ഇവിടുന്ന് 1, 2, 3, 4, 5 ഇങ്ങനെ 5 കണക്റ്റാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് 360 വോൾട്ടോടെ കൊടുത്തു. അത് പോയിട്ട് നമ്മൾ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ ഇത് പുറത്താണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഊരിയെടുത്തു, എൻ്റെ ഈ ബോർഡ് എടുത്ത്. എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് PNP ട്രാൻസിസ്റ്റർ കുറേ സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്, ഇതിൻ്റെ ഇൻപുട്ട് കിടക്കുന്നത്. ഇവിടെ നമ്മളൊരു 5 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കൺഫേം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം, നോക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ബോർഡൊന്നുമില്ല, പവർ സപ്ലൈ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതാ ഇങ്ങനെ നമുക്ക് കത്തിക്കാൻ പറ്റും ഹാലജൻ ബൾബ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ എപ്പോഴുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇത് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇതിൻ്റെ ഒരു PDF കിടപ്പുണ്ട്. PDF അല്ല, PDF നെറ്റ് കിടപ്പുണ്ട്. ഓസ്റാമിൻ്റെ PIV എന്ന് പറഞ്ഞൊരു സ്കെമാറ്റിക് കിടപ്പുണ്ട്. ആ സ്കെമാറ്റിക്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹൗ ടു ഇഗ്നേറ്റ് ഹാലജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു ബോർഡ് പലതിനും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സിനിമയെ കാണുന്ന പ്രൊജക്ടറിലെ LCD പ്രൊജക്ടറും അതുപോലെ ഹാലജൻ ലൈറ്റ് ഉപയോഗിച്ചുള്ള പ്രൊജക്ടറിലെല്ലാം ഇതേ ബോർഡ് തന്നെയായിരിക്കും. ഈ ബോർഡ് വെച്ചാണ് അതിനും നമ്മൾ ഇഗ്നേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇത്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് പവർ സപ്ലൈയും മറ്റേ ഇത് മാത്രമേ ഉള്ളൂ, ഇഗ്നേറ്ററുമാണ്. ഇത് കൂടാതെ തന്നെ ഇതുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ബോർഡ്. ഈ കൺട്രോൾ ബോർഡിൽ നിന്നാണ് ഇതിലേക്കുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ടച്ച് പാനലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അത് ഞങ്ങളിപ്പോൾ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വൈകുന്നേരത്തേക്ക് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു.